ശാന്തമായ കുന്നിൻചെരിവുകളും കളകളാരവം ഒഴുകുന്ന പുഴയുമുള്ള ഒരു കൊച്ചു ഗ്രാമമായിരുന്നു പച്ചിലക്കൂട്ടം. അവിടെ പച്ച പിടിച്ച പാടങ്ങൾക്കും പഴയ ഓടിട്ട വീടുകൾക്കുമിടയിൽ 7 വയസ്സുകാരൻ കണ്ണൻ തന്റെ ലളിതമായ ജീവിതം നയിച്ചുപോന്നു. മുഷിഞ്ഞ ഷർട്ടും കീറിയ ട്രൗസറുമിട്ട് പാടവരമ്പിലൂടെ ഓടി നടക്കുന്ന കണ്ണൻ ഒരു സാധാരണ കുട്ടി മാത്രമാണെന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. ഒരു വൈകുന്നേരം കാടിന്റെ അതിരിലുള്ള പുൽമേട്ടിൽ പശുവിനെ മേയ്ക്കുകയായിരുന്നു കണ്ണൻ. പെട്ടെന്ന് ആകാശത്ത് കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി. ശക്തമായ കാറ്റടിച്ചു. സമീപത്തുണ്ടായിരുന്ന ഒരു കൂറ്റൻ ആൽമരത്തിന്റെ ഉണങ്ങിയ കൊമ്പ് ഒടിഞ്ഞ് താഴെ നിൽക്കുന്ന പശുക്കുട്ടിയുടെ മേൽ വീഴാൻ പോയി. പേടിച്ചുപോയ കണ്ണൻ അറിയാതെ തന്റെ കുഞ്ഞു കൈകൾ മുന്നോട്ടു നീട്ടി. പെട്ടെന്ന് അവന്റെ വിരൽ തുമ്പുകളിൽ നിന്ന് മഴവില്ലുപോലെ തിളങ്ങുന്ന ഒരു പ്രകാശം പുറപ്പെട്ടു. ആ കൂറ്റൻ മരക്കൊമ്പ് വായുവിൽ നിശ്ചലമായി. കണ്ണൻ അത്ഭുതത്തോടെ നോക്കി നിൽക്കെ ആ കഠിനമായ മരക്കൊമ്പ് നൂറുകണക്കിനു മനോഹരമായ പൂക്കളായി മാറി താഴേക്ക് പെയ്തിറങ്ങി. ഇതെന്താ, ഞാൻ മന്ത്രവാദിയായോ? തന്റെ കൈകളിലെ വിറയലോടെ കണ്ണൻ സ്വയം ചോദിച്ചു. ഒരിക്കൽ ഗ്രാമത്തിൽ വലിയൊരു പ്രതിസന്ധിയുണ്ടായി. ഗ്രാമവാസികളുടെ ഏക ആശ്രയമായ പൊതുകിണർ വറ്റിവരണ്ടു. വേനൽ കടുത്തതോടെ പച്ചക്കറിത്തോട്ടങ്ങൾ ഉണങ്ങാൻ തുടങ്ങി. ഗ്രാമത്തിലെ പ്രമുഖനായ കൃഷിപ്പണിക്കാരൻ ദാമുവേട്ടൻ തന്റെ ഉണങ്ങിയ വാഴകൾ നോക്കി സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു. കണ്ണൻ പതുക്കെ കിണറിനരികിലെത്തി. അവിടെ ഗ്രാമത്തിലെ മുതിർന്നവർ കൂട്ടം കൂടി ആലോചിക്കുകയായിരുന്നു. കണ്ണൻ, ദാമുവേട്ടാ, ഞാനിതൊന്ന് ശരിയാക്കി തരട്ടെ? ദാമുവേട്ടൻ, നീ പോടാ കുട്ടാ, കിണർ പണിക്കാര് വന്നാലേ ശരിയാകൂ, ഇത് കുട്ടിക്കളിയല്ല. ആരും കാണാതെ കണ്ണൻ കിണറിന് ചുറ്റുമുള്ള മണ്ണിൽ തൊട്ടു. അവൻ കണ്ണുകൾ അടച്ച് മനസ്സിനെ ഏകാഗ്രമാക്കി. അവന്റെ കൈകളിൽ നിന്ന് പച്ച നിറത്തിലുള്ള ഒരു വെളിച്ചം മണ്ണിലേക്ക് പടർന്നു. നിമിഷങ്ങൾക്കുള്ളിൽ കിണറിന്റെ അടിത്തട്ടിൽ നിന്ന് വെള്ളം കുതിച്ചുയരാൻ തുടങ്ങി. കിണർ നിറഞ്ഞ് കവിഞ്ഞൊഴുകി. ആ പ്രദേശത്ത് പെട്ടെന്ന് സുഗന്ധമുള്ള കാട്ടുപൂക്കൾ വിരിഞ്ഞു. നാട്ടുകാർ വാ പൊളിച്ചു മിന്നുപോയി. ഗ്രാമവാസികൾ അത്ഭുതത്തോടെ കണ്ണനെ നോക്കി. ആ ശാന്തമായ ഗ്രാമത്തിൽ കണ്ണന്റെ ഈ വിസ്മയശക്തികൾ പുതിയൊരു തുടക്കമായിരുന്നു.